Hi dear children, today we discuss about previous year as per section 3 of Income Tax Act 1961. Second one, what is the meaning of assessment year? Third one, what is the general rule? And fourth one, previous year in case of newly set up business. Okay, so നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ടോപ്പിക്കാണ്. അസസ്മെൻറ്റ് ഇയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് പ്രീവിയസ് ഇയർ എന്താണ് എന്നുള്ളതും ജനറൽ റൂൾ, ഇൻകം ടാക്സിലെ ജനറൽ റൂൾ എന്താണ് എന്നുള്ളതും ആൻഡ് പ്രീവിയസ് ഇയർ ഇൻ കേസ് ഓഫ് ന്യൂലി സെറ്റപ്പ് ബിസിനസ്, പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ പ്രീവിയസ് ഇയർ എന്താണ് എന്നുള്ളതുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രീവിയസ് ഇയർ സെക്ഷൻ 3 of Income Tax Act 1961. Here previous year means it is a period of 12 months and commences on 1st April and ends on 31st March. Okay, previous year എന്ന് പറയുന്നത് ഒരു ഇയർ, ദാറ്റ് ഈസ് 12 months, 12 മാസമാണ് അതിൻ്റെ കണക്ക്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April തുടങ്ങി 31st March വരെയാണ്. പ്രീവിയസ് ഇയറിൻ്റെ പ്രത്യേകത, ഹിയർ പ്രീവിയസ് ഇയർ മീൻസ് ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇറ്റ് ഈസ് എ കറൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയർ മീൻസ് ജസ്റ്റ് പ്രിസീഡിങ് ദി ഇയർ ഓഫ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നിലുള്ള ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഹിയർ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ ദി ഇൻകം ടാക്സ് ബിക്കോസ് ദ ടാക്സ് ചാർജ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ഇൻകം. നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന് മുകളിലാണ്. സോ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ടേം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ക്ലിയർ? സോ പ്രീവിയസ് ഇയർ മീൻസ് ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് 12 months and start on 1st April, end with the 31st March, and also it is just preceding the year of assessment year or current financial year. ഈ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിന് തൊട്ട് മുന്നിലുള്ള ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ ആൻഡ് ഓൾസോ ദർ ഇസ് ഇൻകം ടാക്സ് ചാർജ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ഇൻകം. അപ്പോൾ ഇവിടെ 3 ടേമാണ്, നിങ്ങൾ 3 പോയിന്റ്സ് ആണ് പ്രീവിയസ് ഇയറുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദ പീരീഡ് ഓഫ് 12 months, ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുന്നിലുള്ള ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് പോയിന്റ്, ഇൻകം ടാക്സ് ചാർജ് ഓൺ ദി ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ ഇൻകത്തിന് മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, എല്ലാ വർഷവും ചേഞ്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് the subject is related to the budget or related to the government rules. ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനും ഗവൺമെൻറ്റിൻ്റെ റൂൾസിനും അനുസരിച്ച് എല്ലാ വർഷവും ചേഞ്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇൻകം ടാക്സ് ഈസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ആൻഡ് അസസ്മെൻറ്റ് ഇയർ. നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ ഈ 2 ടേമിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന് പ്രീവിയസ് ഇയറിനെയും ഒന്ന് അസസ്മെൻറ്റ് ഇയറിനെയും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയ ഇൻകം ആണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് പേ ചെയ്യുന്നതും. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ ആണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, അതായത് കറൻറ്റ് ഇയർ 2020-2021 നമ്മൾ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ ആ ടാക്സ് ഏത് ഇൻകത്തിന് മുകളിലാണ്, കഴിഞ്ഞ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻകത്തിന് മുകളിലാണ് ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഏതാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ? നൗ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2020-2021 and it is commence on 1st April 2020 and ends on 31st March 2021. Clear? Then what is the previous year? Just preceding the assessment year. നമ്മൾ 2020-2021 തൊട്ട് മുന്നിലുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-2020നെയാണ് നമ്മൾ എന്ത് പറയാം, പ്രീവിയസ് ഇയർ എന്ന് പറയാം. അതും 12 months പീരീഡിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയാം. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1st April 2019 and ends on 31st March 2020. ഓക്കെ, കേസ് ഓഫ് ന്യൂലി സെറ്റപ്പ് ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുടെ പ്രീവിയസ് ഇയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ,
എ ബിസിനസ് സ്റ്റാർട്ടഡ് ഓൺ 1st July 2019. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1st July 2019 ആണെങ്കിൽ ഈ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓക്കെ, അപ്പോൾ നമ്മുടെ അസസ്മെന്റ് ഇയറിലാണ് ഈ ബിസിനസിനെ പറ്റി നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? വാട്ട് ഈസ് അസസ്മെന്റ് ഇയർ? നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 2021 ആണ് നമ്മുടെ അസസ്മെന്റ് ഇയർ. അപ്പോൾ ഈ വർഷമാണ് നമ്മൾ ഈ ബിസിനസിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതിന് മുകളിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രീവിയസ് ഇയർ ഇൻകത്തിന് മുകളിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ 1st July 2019 to 31st March 2020. ഇതാണ് ഈ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയർ ഓഫ് ന്യൂ ബിസിനസ്, ഈ ബിസിനസിന്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏത് മാസം തുടങ്ങിയാണ്? 1st July. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 1st Julyയിലാണ്. സോ അവിടെ 1st April കണക്കാക്കില്ല, കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് July 1st ആയതുകൊണ്ട് ഏതാണ് കമ്പനിയുടെ പ്രീവിയസ് ഇയർ? 1st July to 31st March എന്ന് പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ, അങ്ങനെ 9 മാസത്തെ കാൽക്കുലേഷനേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, 9 months ആണ് ഇവിടുത്തെ പ്രീവിയസ് ഇയറിൽ വരുന്ന മന്ത്സ്. 12 months വരില്ല, കാരണം എന്താണ്? ജൂലൈയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജനറൽ റൂൾ, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ ഇൻകം ഈസ് ചാർജ് ടു ടാക്സ് ഓൺ ദി അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻകത്തിന് മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുന്നത് അസസ്മെന്റ് ഇയറിലാണ്. കറന്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് ദ പ്രീവിയസ് ഇയർ, ആൻഡ് വാട്ട് ഈസ് ദ അസസ്മെന്റ് ഇയർ, വാട്ട് അബൌട്ട് ദി ജനറൽ റൂൾ റിലേറ്റഡ് ടു ദി പ്രീവിയസ് ഇയർ, ആൻഡ് പ്രീവിയസ് ഇയർ ഇൻ കേസ് ഓഫ് ന്യൂലി സെറ്റപ്പ് ബിസിനസ്. ഈ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. സോ താങ്ക് യു.